നമുക്കറിയാം റമദാന്റെ സമയമാണ് ഇപ്പോൾ. അപ്പം ഈ സമയത്ത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികളുടെ തിരക്ക് ഏറുന്നുണ്ട്. പലരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പലരും നോമ്പിലൊക്കെയാണ്. എന്തായാലും റംസാൻ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നാൽ ഈ തിരക്കിനിടയിൽപ്പെട്ട് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും പ്രവാസികൾ ശ്രദ്ധിക്കാറില്ല. ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കാര്യത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് അധികൃതർ കൃത്യമായ മുന്നറിയിപ്പുകൾ വീണ്ടും വീണ്ടും നൽകുകയാണ്. സാധാരണയായി നമ്മൾ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളുടെയും സമ്മാനങ്ങളുടെയും ഒക്കെ പുറമെ ഗാഡ്ജറ്റുകളുടെ എണ്ണത്തിലും കൈകാര്യം ചെയ്യുന്ന രീതിയിലും വന്ന കർശന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര പെരുവഴിയിലാകും. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ റമദാനിൽ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നേരത്തെ ഇത് സംബന്ധിച്ച് നിരവധി അറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. എന്നാൽ യാത്രക്കാർക്കിടയിൽ ഇത് വീണ്ടും ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ദുബായ് വിമാനത്താവള അധികൃതർ ഒരു മാർഗനിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. അതായത്, നിങ്ങൾ ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളും സമ്മാനങ്ങളും മാത്രമല്ല, മൊബൈൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും ദുബായ് എയർപോർട്ടിൽ ഇപ്പോൾ കൃത്യമായ ഒരു കണക്കുണ്ട്. അത് തെറ്റിച്ചാൽ സുരക്ഷാ പരിശോധനയിൽ ചിലപ്പോൾ കുടുങ്ങിയേക്കാം. അതായത് യാത്ര ചിലപ്പോൾ പെരുവഴിയിലായി പോകുമെന്ന് ചുരുക്കം. ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് പരമാവധി 15 പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ടാബുകൾ, ലാപ്ടോപ്പുകൾ, ഇ റീഡറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും. ഇനി നിങ്ങൾ ഹാൻഡ് ബാഗിലോ അതോ വലിയ ലഗേജിലോ വെക്കുകയാണെങ്കിൽ 15 എണ്ണത്തിൽ കൂടാൻ പാടില്ല. നാട്ടിലേക്കുള്ള പ്രവാസികൾക്കിടയിൽ 15ലും അതിൽ കൂടുതലും ഉപകരണങ്ങൾ കണ്ടെത്തിയ നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നിയമത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു മിക്കവരും പറഞ്ഞത്. ഇതോടെയാണ് ഇത്തരം നിയമങ്ങളെ കുറിച്ച് പ്രവാസികൾക്ക് ഒരു അറിയിപ്പ് നൽകാൻ വിമാനത്താവള അധികൃതർ തീരുമാനിച്ചത്. അതേസമയം 15 എണ്ണത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഗാഡ്ജറ്റുകളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ്. ഈ ബാറ്ററികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയോ ചെയ്താൽ വിമാനത്തിനുള്ളിൽ തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, നേരത്തെ ചില നിയന്ത്രണങ്ങളെല്ലാം വിമാനങ്ങളിൽ കൊണ്ടുവന്നിരുന്നു ഇത്തരം ബാറ്ററികളെ സംബന്ധിച്ച്. കാരണം പെട്ടെന്നൊരു സാഹചര്യത്തിൽ തീ പടരാനും അതുമൂലം ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകാനും ഒക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് അധികൃതർ അത്തരമൊരു തീരുമാനത്തിൽ എത്തിയത്. പല എയർലൈനുകളും ഇത്തരം ബാറ്ററികൾ കൈവശം വെക്കുന്നതിലും കൊണ്ടുപോകുന്നതിലും ഒക്കെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുരക്ഷ മുൻനിർത്തിയാണ് ഈ പരിധി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പുതിയ നിയമം അല്ലെങ്കിലും ഇപ്പോൾ പരിശോധനകൾ വളരെ കൂടുതലാണ്. ഇതിനു പുറമെ ചില വിമാന കമ്പനികളും ഇത് സംബന്ധിച്ച് കർശന നിയമം നടപ്പിലാക്കിയിരുന്നു. അതിനാൽ ഇനി നാട്ടിലേക്ക് പെട്ടി പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ കൊടുക്കണം. ഒരു കാരണവശാലും പവർ ബാങ്കുകൾ വലിയ ലഗേജിൽ വെക്കരുത്. ഇത് എപ്പോഴും നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കണം. ഒപ്പം വലിയ ബാഗുകളിൽ വെക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും ഓഫ് ചെയ്തിരിക്കുകയും വേണം. പല ആളുകളും സ്ലീപ്പ് മോഡിൽ ഇടുന്നത് പതിവാണ്. എന്നാൽ സ്ലീപ്പ് മോഡിലല്ല, നിർബന്ധമായും ഓഫ് ചെയ്തിരിക്കണം. അതുപോലെ ഹോവർ ബോർഡുകൾ, ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ എന്നിവ ദുബായ് വിമാനത്താവളം വഴി കൊണ്ടുപോകാൻ അനുവാദമില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ദുബായ് വിമാനത്താവളത്തിൽ പുതിയ AI സ്കാനറുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ബാഗിൽ നിന്ന് ഫോണും ലാപ്ടോപ്പും പുറത്തെടുക്കേണ്ടി വരില്ല. പക്ഷെ ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തണം. ചെറിയൊരു അശ്രദ്ധ പോലും നിങ്ങളുടെ യാത്രാ സന്തോഷത്തെ ബാധിച്ചേക്കാം. ലിഥിയം ബാറ്ററികൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ലഗേജ് പാക്ക് ചെയ്യുന്നതിന് മുൻപ് ഇത്തരം ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഉപകരണങ്ങളുടെ എണ്ണം 15ൽ താഴെയാണെന്നും അവ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഒന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നത് സ്കാനിംഗ് സമയത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് വഴി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാനും നിങ്ങൾക്ക് തടസ്സമില്ലാതെ നാട്ടിലെത്താനും സാധിക്കും. എന്തായാലും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങളും എയർലൈൻ പുറപ്പെടുവിക്കുന്ന പുതിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചാൽ നല്ല രീതിയിലൊരു യാത്രയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്.